ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലേണിംഗ് ട്രീയിലേക്ക് സ്വാഗതം. എൻ്റെ ഇന്നത്തെ ക്ലാസ് എക്സൽ ഷീറ്റിലേക്ക് എങ്ങനെയാണ് ഒരു പിക്ചറിനെ കൊണ്ടുവരിക എന്നുള്ള ക്ലാസ്സാണ്. സിമ്പിളായിട്ട് രണ്ട് ഒരു ടോപ്പിക്സ് മാത്രമേ ഉള്ളൂ ഞാൻ ക്ലാസ് എടുക്കുന്നത്. അതുപോലെ തന്നെ ഈ എക്സൽ ഷീറ്റിൽ സാധാരണ നമ്മൾ എക്സൽ ഷീറ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു റോയിനെയോ കോളം അല്ലെങ്കിൽ റോ അല്ലേ, അതിനെ നമുക്ക് ഹൈഡ് ചെയ്ത് വെക്കാവുന്നതാണ്. വേറെ ഒന്നും ചെയ്യണ്ട, അവിടെ വെച്ചിട്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും, ഹൈഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആക്റ്റീവ് ആവും. പക്ഷേ ഒരു റോയുടെ നേരെ നമ്മൾ ടൈപ്പ് ചെയ്ത് സെറ്റ് ചെയ്ത ഒരു റോയുടെ നേരെ തന്നെ ഒരു പിക്ചർ വന്നാൽ, എവിടെയായിക്കോട്ടെ ആ റോയുടെ ഉള്ളിൽ ഒരു പിക്ചർ വന്നാൽ അതിനെ ഹൈഡ് ചെയ്ത് വെക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. ടൈപ്പ് ചെയ്തത് മാത്രം ഹൈഡ് ആവുള്ളൂ, പിക്ചർ അവിടെ തന്നെ കിടക്കും. അതുകൊണ്ടാണ് പറയുന്നത് ഹൈഡ് ചെയ്യുന്നതും അൺഹൈഡ് ചെയ്യുന്നതും കൂടി ഇതിൽ കൂടെ പറഞ്ഞിരുന്നതാണ്. അതുപോലെ തന്നെ കുറെ കുട്ടികളുടെ ഡൗട്ട്സുകൾ അല്ലെ, കമന്റിൽ കുറെ കുട്ടികൾ ഡൗട്ട്സ് ചോദിച്ചിട്ടുണ്ട്. MS ഓഫീസ്, എക്സല് അല്ലെങ്കിൽ വേർഡ് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഏത് ജോലിയാ കിട്ടുക എന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ഒരു ഓഫീസ് വർക്ക് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജോലി ലഭിക്കുന്നതാണ്. ഗവൺമെന്റിൽ ജോലി ആയിക്കോട്ടെ, പ്രൈവറ്റിൽ ജോലി ആയാലും എന്ത് ജോലി ആയാലും ഇവിടെ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ മലയാളം പഠിച്ചിരിക്കണം. പിന്നെയുള്ളത് എക്സൽ മാത്രം എടുത്തതിന് ശേഷം നമുക്ക് ജോലി കിട്ടുമെന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ ചെയ്യാൻ പാടില്ല. കാരണം വേറൊന്നല്ല, പഠിച്ചു വെക്കാൻ നമുക്ക് കുഴപ്പമില്ല. പക്ഷേ എന്താണ്, എക്സലും വേർഡും എല്ലാം കൂടി ഒരുമിച്ചൊരു പാക്കേജ് ഉണ്ട്. അതാണ് ഓഫീസ് വർക്ക്, MS ഓഫീസ്. ആ MS ഓഫീസ് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് പോകുന്ന സ്ഥലത്ത് ഏത് സ്ഥലത്ത് പോയാലും അവർ എൻട്രി ചെയ്യുന്നത് ഏതിലാണെന്ന് നമുക്ക് അറിയില്ല അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ MS ഓഫീസ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ജോലി ലഭിക്കുന്നതാണ്. നമസ്കാരം. എൻ്റെ ഇന്നത്തെ ക്ലാസ് ഇതുപോലെ കണ്ടോ, ഇതാണ് എക്സാമ്പിളായിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഇതുപോലെ ഞാൻ ചെയ്തു വെച്ചിരിക്കുന്നതാണ് കേട്ടോ. നോക്കാം കേട്ടോ, ഇതുപോലെ നമുക്ക് നോക്കാം കേട്ടോ. ഇതൊക്കെ ഞാൻ ചെയ്തു വെച്ചിരിക്കുന്നതാണ്. ഇന്നത്തെ ക്ലാസ് പറയുന്നത് എക്സലിലേക്ക് എങ്ങനെയാണ് ഒരു പിക്ചർ ഇൻസർട്ട് ചെയ്യുക അല്ലെ, കൊണ്ടുവരിക. ഇതാണ് ഇന്നത്തെ ക്ലാസ്. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു പിക്ചർ ഞാൻ എടുത്തിടാം. എക്സലിലേക്ക് എങ്ങനെയാണ് പിക്ചർ കൊണ്ടുവരേണ്ടത് നോക്കാം. ഇത് ഞാൻ ചെയ്തു വെച്ചിരിക്കുന്നതാണ് കേട്ടോ, കുഴപ്പമില്ല. ഒന്നും കൂടി നോക്കാം. ഇൻസർട്ട് മെനു എടുക്കാം. ഓക്കെ, ഇൻസർട്ട് മെനുവിൽ നിന്ന് എന്ത് കൊടുക്കണം, പിക്ചർ കൊടുക്കുക. ഓക്കെ, പിക്ചർ. ഈ പിക്ചറിൽ എന്ത് കൊടുക്കുക, ഡെസ്ക് ടോപ്പ് ക്ലിക്ക് ചെയ്യുക അല്ലേ. ഡെസ്ക് ടോപ്പ് ക്ലിക്ക് ചെയ്യുക. ഡെസ്ക് ടോപ്പ് ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഡെസ്ക് ടോപ്പിലാണ് കുറേ പിക്ചേഴ്സ് ഇട്ടിരിക്കുന്നത് കേട്ടോ. ഈ ഡോഗിൻ്റെ പിക്ചർ എവിടെ വരണം, ഒരു സെല്ലിലേക്ക് വരണം അല്ലേ. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യുക, ഇൻസർട്ട് കൊടുക്കുക. അപ്പോൾ എന്ത് വന്നു കണ്ടോ, ഈ ഒരു ഡോഗിൻ്റെ പിക്ചർ വലുതായിയാണ് വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം, ഈ കോർണറിൽ പിടിച്ചിട്ട് എന്ത് ചെയ്യുക, ഉള്ളിലേക്ക് ഡ്രാഗ് ചെയ്യുക. ഓക്കെ, ഒന്നും അറിയാത്തവർക്കായിട്ടുള്ള ക്ലാസ് ആണ് കേട്ടോ അത്. ഉള്ളിലേക്ക് ഡ്രാഗ് ചെയ്യുക. ഇതൊക്കെ പഠിക്കണം, നല്ല വലിയ വലിയ കമ്പനികളിൽ ആവശ്യം ഉണ്ടാവും ഇത്. ഓക്കെ കേട്ടോ, ഇതുപോലെ. അപ്പോൾ ഇങ്ങനെ പിടിച്ചിട്ട് ഇവിടെ പിടിച്ചിട്ട് ഈ സൈഡും പിടിച്ചിട്ട് വലിക്കാൻ പാടില്ല. ഇതിങ്ങനെ ഷേപ്പ് മാറും കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യണം, പിക്ചറിൻ്റെ ഷേപ്പ് തന്നെ മാറും അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം, കോർണറിൽ പിടിച്ചിട്ട്, എന്താണ് ഈ കോർണറിൽ പിടിച്ചിട്ട് മാത്രം, അല്ലെങ്കിൽ ഈ കോർണറിൽ പിടിച്ചിട്ട്, ഏത് കോർണറിലായിക്കോട്ടെ ഈ കോർണറിൽ പിടിച്ചിട്ട് ഉള്ളിലേക്ക് ഡ്രാഗ് ചെയ്യുക. അപ്പോൾ ചെറുതാവും. ഇത് മനസ്സിലായോ? ഇങ്ങനെ കൊണ്ടുവച്ച പിക്ചറാണ് ഇതുപോലെ കണ്ടോ ഇവിടെ കാണുന്നത് കണ്ടോ. ഓക്കെ, അത് മനസ്സിലായല്ലോ. ഇനി ഈ പിക്ചറിനെ റൊട്ടേറ്റ് ചെയ്യാം മീൻസ് എന്താണ്, ഇങ്ങനെ ഈ പച്ച കളറിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ ഇങ്ങനെ കൊണ്ടുവച്ചിരിക്കുന്ന പിക്ചറാണ്. ഓക്കെ, ഇനി എന്താ ചെയ്യണം നോക്കാം. ഇപ്പോൾ ഞാനൊരു ഷീറ്റ് 2 കൊടുത്തു, ഫ്രഷ് പേജ് കൊടുത്തു കേട്ടോ. ഫ്രഷ് പേജിൽ ഒന്നും ടൈപ്പ് ചെയ്തിട്ടില്ല. ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു പിക്ചർ, ഇപ്പോൾ സാധാരണ ഒരു ഒരു സെല്ലിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഫോർമാറ്റ് എടുക്കുക, ഫോർമാറ്റ് മെനു എടുക്കുക. ഹോം മെനുവിലാണ് ഇത് ഉള്ളത്. ഫോർമാറ്റിൽ ഹോം മെനുവിൻ്റെ ഉള്ളിൽ ഫോർമാറ്റ് ഉണ്ട്, അതിൻ്റെ റോ ഹൈറ്റ് നോക്കാം. സാധാരണ ഒരു സെല്ലിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് തൊട്ട് ഇവിടം വരെ കേട്ടോ. 14.5 ഇവിടെ കാണിച്ചിരിക്കുന്നത് അല്ലേ. ഓക്കെ കൊടുക്കാം. എന്താണ്, ഒരു സെല്ലിൻ്റെ നോക്കാം, ഒരു സെല്ലിൻ്റെ ഹൈറ്റ് ഇവിടെ നിന്ന് തൊട്ട് ഇവിടം വരെ എങ്ങനെയാണെന്ന് നോക്കാം. എത്രയാണെന്ന് നോക്കാം. ഫോർമാറ്റ് എടുക്കുക, ഹോം മെനുവിലാണ് ചെയ്യുന്നത് കേട്ടോ. ഫോർമാറ്റ് എടുക്കുക, റോ ഹൈറ്റ് എടുക്കുക. അപ്പോൾ 14.5 അല്ലേ. മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഇനി ഇവിടെ നിന്ന് തൊട്ട് ഇവിടം വരെ വിട്ട് എത്രയാണെന്ന് നോക്കാം. ഫോർമാറ്റ് എടുക്കാം, കോളം വിട്ട് കൊടുക്കാം. ഇതൊക്കെ എങ്ങനെയൊക്കെയാണ് പഠിക്കുക, 8.09 അല്ലേ.
അത് എന്തോ ആയിക്കോട്ടെ, കുഴപ്പമില്ല. കുറച്ചും കൂടി വിട്ട് കൂട്ടണം അല്ലേ. ഇവിടെയാണ് ഈ ഒരു കോളത്തിലാണ് നമ്മൾ പിക്ചർ കൊണ്ടുവരേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യണം, ഈ ഒരു ഡീനെ മാത്രം ഒന്ന് സെലക്ട് ചെയ്തോളൂ, കുഴപ്പമൊന്നുമില്ല. അതെന്ത് ചെയ്യണം, ഫോർമാറ്റ് എടുത്തിട്ട് റോ ഹൈറ്റ് കൊടുക്കുക. നെക്സ്റ്റ് എന്ത് കൊടുക്കാം, റോ ഹൈറ്റ് എന്നുള്ളിടത്ത് ഒരു 35 or 40 ഇട്ട് കൊടുക്കാം. ഓക്കെ കൊടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാത്തിൻ്റെയും എന്തായി കേട്ടോ, സെല്ലുകൾ ഒന്ന് റോ ഹൈറ്റ് ഒരുപോലെ തന്നെയായി അല്ലേ. എല്ലാത്തിൻ്റെയും സെയിം സെല്ലായി മാറി. അപ്പോൾ ഹൈറ്റ് കൂട്ടിയപ്പോൾ സെല്ല് ഇങ്ങനെയായി. ഇനി വിട്ട് കൂട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് തൊട്ട് ഇവിടം വരെ അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം, ഫോർമാറ്റിൽ എന്ത് ചെയ്യണം, കോളത്തിൻ്റെ വിട്ട് കൂട്ടി ഒരു 15 ഇട്ട് കൊടുത്തു, ഹൈറ്റ് കൂട്ടി കേട്ടോ. കുറച്ച് ഇവിടെ നിന്നും കൂടി വിട്ട് കൂട്ടിട്ടോ, വിട്ട് കൂട്ടി. അപ്പോൾ ഹൈറ്റും കൂട്ടി എന്ത് കൊടുത്തു, വിട്ടും കൂട്ടി വെച്ചു അല്ലേ. അപ്പോൾ ഇത്രയും വേണ്ട എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇവിടെ വെച്ചത് ഈ ഡീയുടെ ഇവിടെ വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് നിന്ന് കുറച്ചാലും മതി കേട്ടോ. ഇത്രയും മനസ്സിലായല്ലോ. സെയിം ആയിട്ട് വരണമെങ്കിൽ നമ്മൾ ഇതുപോലെ സെലക്ട് ചെയ്തിട്ട് ഫോർമാറ്റ് എടുത്തതിന് ശേഷം റോ ഹൈറ്റ് കൊടുക്കുക, ഒരു 40 കൊടുക്കുക, എൻ്റർ ചെയ്യുക. അപ്പോൾ എല്ലാത്തിൻ്റെയും എൻ്റെ സെല്ല് മാറ്റം വന്നു. ഇത് മനസ്സിലായില്ല. പിക്ചറുകളൊക്കെ കൊടുക്കണമെങ്കിൽ ഇതുപോലെ തന്നെ ചെയ്യാം കേട്ടോ. അതിനുശേഷമേ നിങ്ങൾ വർക്ക് ഇതുപോലെ 1, അത് കഴിഞ്ഞിട്ട് ഇവിടെ സീരിയൽ നമ്പർ, ഓക്കെ, ഇവിടെ എന്ത് കൊടുക്കണം, നെയ്യും. നെക്സ്റ്റ് ഇവിടെ പിക്ചറാണ് വരണമെങ്കിൽ പിക്ചർ കൊടുക്കുക. നിങ്ങളുടെ ടൈറ്റിൽ എന്താണോ അത് നേരെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് 1 കൊടുത്തു, അതിനുശേഷം നെയിം കൊടുത്തു അല്ലേ, ഡോഗ് എന്ന് കൊടുത്തു, എന്ത് കൊടുത്തു, അടുത്തേക്ക് പോകുന്നു. നെക്സ്റ്റ് പിക്ചർ ഇവിടെ വരണം, എന്ത് ചെയ്യണം, ഇൻസെർട്ട് കൊടുത്തു, എന്ത് കൊടുത്തു, പിക്ചർ കൊടുക്കുക. പിക്ചർ കൊടുത്തതിന് ശേഷം ഏത് പിക്ചറാണ് നമുക്ക് ആവശ്യം എന്നുണ്ടെങ്കിൽ ക്യാറ്റിൻ്റെ പിക്ചർ കൊണ്ടുവരിക, സെലക്ട് ചെയ്യുക, ഇൻസെർട്ട് കൊടുക്കുക. നെക്സ്റ്റ് ഇവിടെ എന്ത് ചെയ്യണം, ഇവിടെ ഇങ്ങനെ എന്താണ് കോർണറിൽ പിടിച്ചിട്ട് ചെറുതാക്കിയില്ല കണ്ടോ. ഇവിടെയൊക്കെ നമുക്ക് ഇവിടെയൊക്കെ വർക്കൊക്കെ ചെയ്യാം കേട്ടോ. അതെ, ഇതുപോലെ ഇങ്ങനെ ട്രാക്ക് നീക്കിയൊക്കെ വെക്കാം, സെൻറ്ററിൽ വെച്ചിട്ട് നീക്കി വെക്കാം കേട്ടോ. ഇതുപോലെ കൊണ്ടുവരിക. ഇതിപ്പോൾ ക്യാറ്റിൻ്റെയാണ്. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യണം, ക്യാറ്റ് ടൈപ്പ് ചെയ്തോളൂ ആണോ. ഇത് മനസ്സിലായല്ലോ. ഇതുപോലെ 2 എന്ന് കൊടുത്തു, എന്ത് കൊടുത്തു, ഡോഗ് എന്ന് കൊടുത്തു. ഡോഗിൻ്റെ പിക്ചർ ഉണ്ടെങ്കിൽ ഇത് എന്ത് ചെയ്യണം, ഇൻസെർട്ട് കൊടുത്തു, പിക്ചർ. നെക്സ്റ്റ് എന്ത് കൊടുക്കുക, ഡോഗ്, ഇൻസെർട്ട്. നെക്സ്റ്റ് അതിനെ ചെറുതാക്കി. ഓക്കെ, ഇതിനിവിടെ 3 എന്ന് കൊടുത്തു, ടാബ് കൊടുത്തിട്ട് ഇവിടെ ഫ്രൂട്ട്സ് എന്ന് കൊടുത്തു. ഫ്രൂട്ട് എന്ത് ചെയ്യണം, നെക്സ്റ്റ് ഏത് പിക്ചറാണെന്ന് വെച്ചാൽ അവിടെ വരുത്തുക, ഇൻസെർട്ട്, ഹോമിലല്ല ഇൻസെർട്ട് ആണല്ലോ, ഇൻസെർട്ട്. നെക്സ്റ്റ് എന്ത് കൊടുക്കുക, പിക്ചർ. ഇൻസെർട്ടിന് ഷേപ്സ് കേട്ടോ. നെക്സ്റ്റ് എന്ത് ചെയ്തു, നെക്സ്റ്റ് 3 എന്ന് കൊടുത്തു, എന്ത് കൊടുത്തു, ഫ്രൂട്ട് എന്ന് കൊടുത്തു. നെക്സ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുക, എന്ത് കൊടുക്കണം, പിക്ചർ കൊടുത്തു. ഫ്രൂട്ട്സിൻ്റെ നോക്കുക, ഇവിടെ പിക്ചർ കൊടുത്തു, സെലക്ട് ചെയ്തു. ഇങ്ങനെ കൊണ്ടുവന്ന ഒരു ഷീറ്റാണ് ഇതുപോലെ ഞാൻ ചെയ്തു വെച്ച ഷീറ്റ്സ് കണ്ടോ. ഇത് മനസ്സിലാക്കി വെക്കാനായിട്ട് പറഞ്ഞതാണ്. ഇതുപോലെ തന്നെ ചെയ്യണം കേട്ടോ, നേരത്തെ ചെയ്ത പോലെ തന്നെ. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ. ഇനി ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, അപ്പോൾ ഒരു എക്സലിലേക്ക് എക്സൽ പാക്കേജിലേക്ക് നമുക്ക് എന്ത് കൊണ്ടുവരണം, പിക്ചറുകൾ, ഏത് പിക്ചർ ആയിക്കോട്ടെ, എന്ത് പിക്ചർ ആയിക്കോട്ടെ, ഡൗൺലോഡ് ചെയ്തതായാലും എന്തായാലും നമുക്ക് ഇതിനെ കൊണ്ടുവരുന്ന രീതിയാണ് ഞാൻ പഠിപ്പിച്ചു തന്നത്. നെക്സ്റ്റ് വരുന്നത് ഹൈഡ് ആൻഡ് അൺഹൈഡ്. അത് ശ്രദ്ധിക്കണം. എക്സലിൽ ഒരു കാര്യം ശ്രദ്ധിക്കുക, ടൈപ്പ് ചെയ്തതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഹൈഡ് ആക്കാനായിട്ട് വളരെയധികം എളുപ്പമാണ് അല്ലേ. പക്ഷേ ആ ഒരു ടൈപ്പ് ചെയ്തതിൻ്റെ നേരെ ഒരു പിക്ചർ വന്നാൽ അത് ഹൈഡ് ആവില്ല. ഏത് ഹൈഡ് ആവില്ല, പിക്ചർ മാത്രം ഹൈഡ് ആവില്ല, ടൈപ്പ് ചെയ്തത് മാത്രം ഹൈഡ് ആവും. നമുക്ക് നോക്കാം. 2 മാത്രം സെലക്ട് ചെയ്തു, ഏത് ഈ 2 അവിടെ കേട്ടോ, ഈ റോ മാത്രം സെലക്ട് ചെയ്തു, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തു, ഹൈഡ് കൊടുത്തു. അപ്പോൾ എന്ത് വന്നു നോക്കിയേ കണ്ടോ, 2 എന്ന് അല്ലേ, സീരിയൽ നമ്പർ 2 പോയി, അതിൻ്റെ എന്താണ് ഇവിടെ ടൈപ്പ് ചെയ്തിരിക്കുന്നത് അതും പോയി അല്ലേ. ടൈപ്പ് ചെയ്തിരിക്കുന്നതൊക്കെ ഹൈഡായി, പക്ഷെ പിക്ചർ മാത്രം ഹൈഡായിട്ടില്ല. ഓക്കെ, അപ്പോൾ അത് ഹൈഡ് ആവണമെന്നുണ്ടെങ്കിൽ ഹൈഡ് ആവാനായിട്ട് എന്ത് ചെയ്യണം എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഞാൻ തിരിച്ച് വരികയാണ്. ഇത് 1ഉം 3ഉം കൂടി സെലക്ട് ചെയ്തു കേട്ടോ. 2 ഹൈഡായി പോയപ്പോൾ 1, 3 സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അൺഹൈഡ് കൊടുക്കുക. അപ്പോൾ തിരിച്ച് ആദ്യത്തെ പോലെ വന്നു. ഇനി എന്ത് ചെയ്യണം നോക്കാം. ഈ ഒരു റോയിൽ മാത്രം എനിക്ക് ഹൈഡ് ചെയ്താൽ മതി അല്ലേ, പിക്ചർ അടക്കം ഹൈഡ് ചെയ്യണം. ഈ പിക്ചറിൻ്റെ അവിടെ സെലക്ട് ചെയ്യാം, ഏതിനെയാണോ ഹൈഡ് ആക്കുന്നത് അവിടെ സെലക്ട്. ഈ റോ ആണെങ്കിൽ ഈ റോയുടെ പിക്ചർ മാത്രം സെലക്ട് ചെയ്യാം. സെലക്ട് മീൻസ് അറിയാലോ, വെറുതെ ക്ലിക്ക് ചെയ്യുക, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, സൈസ് ആൻഡ് പ്രോപ്പർട്ടീസ്. നെക്സ്റ്റ് എന്ത് കൊടുക്കണം, പ്രോപ്പർട്ടീസ്, മൂവ് ആൻഡ് സൈസ് വിത്ത് സെൽസ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്താൽ മതി, ഓക്കെ ഒന്നുമില്ല അവിടെ, ക്ലോസ് അടിച്ചാലും മതി.
അപ്പോൾ ഇതെന്താവും, അങ്ങനെ മൂവ് ദ പിക്ചർ എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ. അതിനുശേഷം 2-ന്റെ അവിടെ ക്ലിക്ക് ചെയ്യുക, എന്ത് ചെയ്യണം, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഹൈഡ് കൊടുക്കുക. ഇപ്പോൾ നോക്കിയേ കണ്ടോ, ഇപ്പോൾ ആ പിക്ചർ അടക്കം ഹൈഡായിപ്പോയി. ഇത് മനസ്സിലായല്ലോ. ഇനി എന്ത് ചെയ്യണം നോക്കാം. ഇത് 1ഉം 3ഉം സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അൺഹൈഡ് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ മനസ്സിലായല്ലോ. ഇങ്ങനെ തന്നെ ചെയ്ത് പഠിക്കണം, നല്ലോണം പ്രാക്ടീസ് വേണം കേട്ടോ. ഓക്കെ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ പുതിയ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. എന്നാലേ നിങ്ങൾക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ.